നമസ്കാരം ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം എസ് ബി. അപ്പം ഇന്നത്തെ നമ്മുടെ യാത്ര റെയിൽവേ സ്റ്റേഷൻ കൊണ്ട് നിങ്ങൾക്കറിയാം നമ്മൾ യാത്രയിലാണെന്ന്. ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മുടെ സ്വന്തം അമിത് ആശാൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാനും എന്നോടൊപ്പം നമ്മുടെ DB ആശാനുമാണ് ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ യാത്രയിലോട്ട് സോളമൻ രാധേശ്വരനും ഒക്കെ ഇടയ്ക്ക് ജോയിൻ ചെയ്യും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ ഞാൻ വ്ളോഗ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിലാദ്യമായിട്ട് ഞാൻ ട്രെയിനിൽ കയറുന്നത്. അപ്പം ആദ്യമായിട്ട് ഇരുന്ന് ട്രെയിനെ യാത്ര ചെയ്യാൻ പോകുന്ന ഞാൻ ഇന്ന് പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ വന്ദേ ഭാരത് ട്രെയിനിലാണ്. അപ്പം നമുക്ക് എന്തായാലും ഈ യാത്രയിലെ കാഴ്ചകൾ ആദ്യത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ DB ആശാനെ തെറി വിളിച്ചു. കാര്യം ഇത്രയും പ്രായമായിട്ടും ട്രെയിനെ കയറാത്ത എന്ന ആൾക്കാർ തെറി പറയും എന്നാണ് ആശാന്റെ വാദം. അല്ലെ മിസ്റ്റർ ആശാൻ? കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ട്രെയിൻ എന്ന് പറഞ്ഞ സംഭവം ഒട്ടും ഇഷ്ടമല്ല. എന്നും സ്ഥിരം കാഴ്ചകൾ, അതുപോലെ തന്നെ നമ്മൾ പാലത്തെ പോകുന്നു. അപ്പോൾ നമ്മൾ കാറ്, ബസ്, ബൈക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ട്രെയിൻ ഒഴികെ സ്റ്റിയറിംഗ് ഉള്ള സകലമാന വണ്ടികൾ ഞാൻ കയറിയിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് ട്രെയിനെ യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് യാത്രയിലേക്ക് പോകാം. നമ്മുടെ ട്രെയിൻ വന്നിട്ടില്ല. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ്, ഞങ്ങളുടെ സ്വന്തം കോട്ടയത്തിൻ്റെ സ്വന്തം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ എപ്പോൾ ട്രെയിൻ വരും, സമയത്ത് വരുമോ, സമയത്ത് എത്തുമോ, എത്ര സ്പീഡിൽ പോവും, എന്തൊക്കെയാണ് കാഴ്ചകൾ, എന്തൊക്കെയാണ് എക്സ്പീരിയൻസ്, ഫുഡ് എങ്ങനെയുണ്ട്, ട്രെയിനിൻ്റെ ഒരു ഇൻറ്റീരിയർ എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 0634 Trivandrum Kasaragod Vande Bharat Express via Ernakulam Town, Shannur will arrive shortly on platform number 1. ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രെയിൻ വരുന്ന അനൗൺസ്മെൻ്റ് ആണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. കാര്യം ഈ സംഭവം ഇടയ്ക്ക് ഇങ്ങനെ ലെവൽ ക്രോസിലൊക്കെ കിടക്കുമ്പോഴത്തേനും പാസ് ചെയ്ത് പോകുന്നതല്ലാതെ അടുത്തൊന്നും പോലും കണ്ടിട്ടില്ല. അപ്പോൾ അതിനാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്താണെങ്കിലും ഇതിൽ യാത്ര ചെയ്യാം. നമ്മുടെ ട്രൈപോഡ് ചെയ്തതായിട്ട് ഒടിഞ്ഞു പോയി. നമ്മുടെ ആശാൻ അതിൻ്റെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് അത് വെച്ച് ബാക്കി നമ്മൾ ഷൂട്ട് ചെയ്യും, ഇല്ല നമ്മുടെ കൈ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രെയിനിന് വേണ്ടി കാത്തിരിക്കാം. എങ്ങനെയാണ് നമ്മുടെ ട്രെയിൻ വരുന്നതെന്ന് നോക്കാം. ഗൈസ്, നമ്മുടെ വന്ദേ ഭാരത് ഇതാ വരുന്നുണ്ട്. ദൂരെ സീമയിൽ നിന്നും മന്ദം മന്ദം അടുത്തേക്ക് വരുന്ന നമ്മുടെ വന്ദേ ഭാരത്. സമയത്തെത്തും എന്ന് പറഞ്ഞെങ്കിലും 2 മിനിറ്റ് ലേറ്റായി. അല്ലേ മിസ്റ്റർ ആശാൻ? ഇതാണ് നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ. ഗൈസ്, നമ്മൾ വന്ദേ ഭാരത് അതേ കയറാൻ പോണ്. കുറേ പേരുണ്ട് ഇവിടുന്ന്. ഓട്ടോമാറ്റിക് ഡോറുകളാണ്. ഇതാണ് നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ്. ആശാൻ സീറ്റോടെ. ഓല്ലോ, സൈഡ് സീറ്റ് ആരോ ഒക്കുപ്പ് ചെയ്തു ഗൈസ്. ഗൈസ്, രാവിലെ തന്നെ ഇവിടെ നല്ല തിരക്കാണ് ട്രെയിനിൽ. അതിനർത്ഥം ഈ ഒരു ഫെസിലിറ്റി ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് എന്നല്ലേ. പാസഞ്ചേഴ്സ് കയറി വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ട്രെയിനൊന്ന് എടുത്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഓടി നടന്ന് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ സീറ്റിലിരുന്നു. അപ്പോൾ നമുക്കൊരു സൗകര്യങ്ങളൊക്കെ നൈസായിട്ടൊന്ന് നോക്കാം. അതിനകത്തെ ഫസ്റ്റ് ആൻഡ് ഏറ്റവും യൂസ്ഫുൾ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേബിൾ സീറ്റിന് പറയുന്ന ടേബിൾ ടൈപ്പ് ഭാഗമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് യാത്ര പോകുമ്പം ലാപ്ടോപ്പൊക്കെ വെച്ച് വർക്ക് ചെയ്യാനും ഇല്ല ടാബൊക്കെ വെച്ച് സിനിമ കാണാനൊക്കെ സാധിക്കും. പിന്നെ ഫുഡ് വെച്ച് കഴിക്കാം, പിന്നെ ബുക്സൊക്കെ വെക്കാം. അങ്ങനെ എന്തുകൊണ്ടും നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും ഇവിടെ.
അപ്പം ഇതാണ് ഇതിനകത്തെ ഒരു പ്രൈമറി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചറായിട്ട് തോന്നുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ടൊരു ചെറിയൊരു ഒരു കവർ പോലത്തെ ഒരു പൗച്ച് പോലത്തെ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് മാഗസീൻസൊക്കെ വെക്കാൻ, ഇതുപോലെ പത്രം സംഭവങ്ങളൊക്കെ വെക്കാനും പിന്നെ എന്തെങ്കിലുമൊക്കെ സ്റ്റോറി ഉണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ ഇത് ഇങ്ങനെ ഇവിടെ മടക്കി വെക്കാം. ഇവിടെ ചെറിയ ഹുക്ക് കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും വേണമെന്ന് നമുക്ക് തൂക്കിയിടാം. പിന്നെ ഈ ഒരു വിൻഡോയ്ക്ക് ഒരു സൺബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മാനുവലി താഴ്ത്തി വെക്കാവുന്ന, ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരു സൺബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്. അത് നൈസായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ, അതുപോലെ അതിൻ്റെ കൂടെ ഫുഡ് റെസ്റ്റ്. ഈ ഫുഡ് റെസ്റ്റ് നമുക്ക് ഹൈറ്റിനനുസരിച്ച് ഇങ്ങനെ പൊക്കുകയും ഇതാക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, അഡ്ജസ്റ്റബിളാണ്. പിന്നെ നമുക്ക് കാലിനടിയിൽ ഇവിടെ ഒരു പവർ പോയിൻ്റ് കൊടുത്തിരിക്കുന്നു. അവിടെ USB സോക്കറ്റും അതുപോലെ തന്നെ പ്ലഗും കാണാം. അപ്പോൾ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനും അതുപോലെ ലാപ്ടോപ്പൊക്കെ വെച്ച് കുത്തി വെച്ച് ഉപയോഗിക്കാനൊക്കെ സാധിക്കും. പിന്നെ ഉള്ളത് ഈ ഒരു സീറ്റ് റീക്ലൈനബിളാണ്. അപ്പോൾ അതിൻ്റെ സ്വിച്ച് ഇവിടെ ഈ ആംറസ്റ്റിനടിയിൽ സൈഡിലായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. എല്ലാ സീറ്റിൻ്റെയും സ്വിച്ച് ലെഫ്റ്റ് സൈഡിലാണ്. ഇതേ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് കാറിലേക്ക് പോലെ ഉയർന്നു വരും. നമുക്കതിങ്ങനെ പയ്യെ താത്തി വെച്ച് ഉപയോഗിക്കാം. അധികം താഴുന്നില്ല. ഇതിൻ്റെ പുറകിലത്തെ ആൾ യൂസ് ചെയ്തേക്കുമെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. അപ്പം എന്നാണെങ്കിലും അതൊരു നൈസ് ഫീച്ചറായിട്ട് തോന്നി ഗൈസ്. ആണ് അത് ചെറിയ റീഡിംഗ് ലൈറ്റ് കൊടുത്തേക്കുന്നു. റീഡിംഗ് ലൈറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓണാകും, ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓഫാകും. ഈ റീഡിംഗ് ലൈറ്റും വർക്കിങ്ങാണ്. നമുക്ക് നമ്മുടെ ഈ സെക്ഷനിലെ 3 റീഡിംഗ് ലൈറ്റും വർക്കിങ്ങാണ്. ഇതൊരു ഗ്ലാസ് ഇട്ടൊരു ലഗേജ് ക്യാരിയറാണ്. എല്ലാവരും ലഗേജൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് എന്നാണെങ്കിലും ഇനി നമ്മുടെ യാത്രയിലെ കാഴ്ചകളിലേക്ക് പോകാം ഗൈസ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ വന്നിരിക്കുകയാണ്. അത് റെയിൽവേയുടെ സ്റ്റാഫ് നമുക്ക് കൊണ്ടുവന്ന് തന്നു. അപ്പം ഇതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ്. എന്തൊക്കെയാണെന്ന് അറിയില്ല, നമുക്ക് അല്പം കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. ട്വിറ്റർ വന്നു. ടിക്കറ്റ് ചെക്ക് ചെയ്യാണ്. ഓക്കെ അല്ലേ മിസ്റ്റർ ആശ? ഓക്കെ അല്ലേ? അപ്പം ടിക്കറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഏറ്റുമാനൂർ ആവാറാകുന്നു ഗൈസ്. നമ്മൾ വേറെ ട്രെയിനൊന്നും ക്രോസ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ യാത്ര തുടരാം. സോളമൻ്റെ അധ്യക്ഷനൊക്കെ വരാനുണ്ട്, നമുക്ക് അവരെയും പരിചയപ്പെടാം. കുറച്ച് കഴിഞ്ഞിട്ട് ഈ ട്രെയിനകത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാണാം. എന്നാണെങ്കിലും എയർ കണ്ടീഷൻഡായ വളരെ കംഫർട്ടബിളായി യാത്ര ചെയ്യാവുന്ന ഒരു സെറ്റപ്പാണ് ഈ വന്ദേ ഭാരത് ട്രെയിൻസ്. വലിയ ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. പിന്നെ ഒരു പ്ലസൻറ്റ് ഇൻറ്റീരിയറൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് യാത്ര അത്ര ക്രാംഡായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഗൈസ്, നമുക്ക് അഡീഷണലായിട്ടൊരു ട്രോപ്പിക്കാന ഗുവാവ ഫ്ലേവറിലൊരു ജ്യൂസും കൂടെ കിട്ടിയിട്ടുണ്ട്. പാർട്ട് ഓഫ് ദ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ടൈം ആകുമ്പോഴത്തേനും ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:45 ആയതേ ഉള്ളൂ. നമുക്കൊരു 8:15 കഴിയുമ്പോഴത്തേനും ഈ ഫുഡ് കഴിക്കാം. അപ്പം നമുക്ക് ഫുഡിൻ്റെ ഡീറ്റെയിൽസും കൂടെ റിവ്യൂ ചെയ്യാം. നമ്മുടെ യാത്രയൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ പിന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഏറ്റുമാനൂർ ഭാഗം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത കുറുപ്പന്തറയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ട്രെയിന് സ്പീഡാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ വലിയ സ്പീഡായിട്ട് തോന്നുന്നില്ല. മേ ബി തോന്നലായിരിക്കും, ട്രെയിൻ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഒത്തിരി സ്പീഡ് പോലൊന്നും ഫീൽ ചെയ്യുന്നില്ല. എന്താണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ പൊടിയും കാറ്റും ഒന്നും അടിക്കാതെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊരിത് തന്നെയാണ്. പിന്നെ നമ്മുടെ ഒരു രാജ്യത്ത് ഇത് കൂട്ടൊരു സെറ്റപ്പൊക്കെ ഉണ്ടാകാമെന്നൊക്കെ പറയുന്നതന്നെ വലിയ കാര്യമാണ്. ഇനിയിപ്പം ഫ്യൂച്ചറിലോട്ട് ഇന്ത്യയിലെ എല്ലാ ട്രെയിനുകളും ഈ ഒരു ലെവലിലോട്ട് വരട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നമ്മുടെ എന്താണെങ്കിലും അങ്ങനെ ഒരു അടിപൊളി ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അത് നമ്മുടെ യാത്ര തുടരാം. ട്രെയിൻ ചെറുതായിട്ടൊന്ന് വീണ്ടും സ്ലോ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ ഇതാണ്.
കൊച്ചി എത്തുന്നതിൻ്റെ സിഗ്നലുകളാണ് ഈ കാണുന്ന കെട്ടിടങ്ങളും അപ്പാർട്ട്മെൻറ്റ് സമുച്ചയങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇതൊരു ട്രെയിനുകളൊന്നും ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയിട്ടില്ല. ക്രോസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കായിരുന്നു. അപ്പം നമ്മൾ കൊച്ചി ഭാഗത്തേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു വളവ് ഏരിയ ആയി, അതുകൊണ്ടാണ് ട്രെയിൻ സ്ലോ ആയത്. ഇപ്പം അങ്ങ് ദൂരെ നമുക്ക് ട്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ ചെറിയൊരു അപ്പാർട്ട്മെൻറ്റ് നമുക്കവിടെ ദൂരെ സീമയിൽ കാണാം. അങ്ങനെ വളവ് ഏരിയ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ട്രെയിൻ വേഗത എടുക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ തൃപ്പൂണിത്തുറ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒന്നും ഈ ട്രെയിൻ സ്റ്റോപ്പില്ല. ഒരുപാട് ആളുകൾ അവരുടെ ട്രെയിനും കാത്തിങ്ങനെ സ്റ്റേഷനിൽ കാത്തിരിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ദൂരെ ഒരു ട്രെയിൻ നമ്മളിപ്പോൾ ഈ സ്റ്റേഷനിൽ വെച്ച് കണ്ടു ഗൈസ്. ഏതാ ട്രെയിനൊന്നും മനസ്സിലാവുന്നില്ല. എന്നാലും ഒരു സ്റ്റേഷനിൽ വെച്ച് നമ്മൾ ട്രെയിൻ ക്രോസ് ചെയ്ത് കണ്ടു. ദൂരെ ഒരു അമ്പരച്ചുംബിയായ കെട്ടിടം കാണാം. അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ്. ഇനി നമ്മൾ എറണാകുളം സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ട്രെയിൻ ഇങ്ങനെ സ്ലോ മോഷനിൽ എറണാകുളം റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇൻറ്റീരിയർ എല്ലാവരും വളരെ പ്ലസൻ്റായിട്ട് തന്നെ യാത്ര ചെയ്യുന്നു. വേറെ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല. ഇവിടെ ഒരുപാട് പേര് ഇറങ്ങാനുണ്ടെന്ന് തോന്നുന്നു. അവിടുത്തെ സീറ്റ് ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിരുന്നൊരു ഷോട്ട് എടുക്കാം, ട്രെയിൻ അങ്ങോട്ട് പോകുന്നതിൻ്റെ. അപ്പം എന്താണെങ്കിലും പൊളി ഫീലാണ് ഗൈസ്. പിന്നെ ഇവിടെ ഒരു സ്ക്രീനുണ്ട്. ഈ സ്ക്രീനിൻ്റെ അങ്ങേ മൂലയിൽ നെക്സ്റ്റ് സ്റ്റോപ്പ്, അതുപോലെ കുറേ നോട്ടിഫിക്കേഷൻസ്, പിന്നെ ട്രെയിനിൻ്റെ സ്പീഡൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഇപ്പം ട്രെയിൻ സ്പീഡ് എടുക്കുമ്പം യാത്ര തുടങ്ങുമ്പോൾ നമുക്ക് എത്ര സ്പീഡിലാണ് പോകുന്നതൊക്കെ ഇതിനകത്ത് അറിയാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഒന്ന് കാണിക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും യാത്ര തുടരാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, നമുക്കത് പോയി കഴിച്ചിട്ട് യാത്ര തുടരാം. ഗൈസ് അപ്പോൾ നമ്മൾ ഈ ഫുഡ് ഓപ്പൺ ചെയ്യുകയാണ്. ഏകദേശം ടൈം 8:15 8:15 കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മൾ റെയിൽവേ തന്നിരിക്കുന്നത് 3 ഇഡലി, പിന്നെ ചെറിയൊരു കിഴങ്ങിൻ്റെ എന്തോ പേസ്റ്റാന്ന് തോന്നുന്നു, പിന്നെ ഒരു വട. മെയിൻ ഫുഡ് ഐറ്റംസ് ഇതാണ്. നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഈ തൽക്കാലം നമുക്കിതെടുത്ത് നോക്കാം. പിന്നെ ഇതന്നെ സംഭവം, ഇത് പൊട്ടിച്ച് കാണിക്കാം. പിന്നെ ഇത് സാമ്പാറാണ്. കണ്ടിട്ട് വലിയ ക്വാളിറ്റി ഒന്നും തോന്നുന്നില്ല. കഴിച്ചിട്ട് പറയാം ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന്. ഇതപ്പോൾ ഒബ്വിയസ്ലി ചട്നി ആയിരിക്കും. അതെ ഗൈസ്, ഇത് ചട്നിയാണ്. മറ്റൊരു ട്രെയിൻ അല്ല, ഒരു എൻജിൻ ഇങ്ങനെ പോകുന്നു സൈഡിൽ കൂടെ. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഫുഡ് കഴിക്കാം. നമുക്ക് ഈ വടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ സാമ്പാറൊന്ന് ഇളക്കിയിട്ട് വട കഴിക്കുവാണ്. കൊള്ളാം ഗൈസ്, വലിയ തെറ്റില്ലാത്ത ഫുഡാണ്. അപ്പോൾ ബാക്കി ഐറ്റംസ് ഞാൻ കഴിച്ചേച്ച് റിവ്യൂ പറയാം. ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അതും ബൈ ഹാൻഡ് കഴിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ സ്പൂൺ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇതിനടിയിൽ നമ്മളൊരു വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ വെൽക്കം കാർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ നേരത്ത് കയറ്റി വെച്ചിരുന്ന ആ ഒരു കവറ് നമ്മളെടുത്തിട്ട്
ഇതിനിപ്പം നമുക്ക് അവർ എടുത്തുകൊണ്ട് പൊക്കോളും. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും പോയി കൈ കഴുകാം, കൈ മയം കഴുകാം. ഗൈസ് അങ്ങനെ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ വാഷ്റൂമിൽ കയറുവാണ്. നോക്കൂ, അത്യാവശ്യം നീറ്റാണ്, കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഇതാണ് വാഷ് ബേസ് സെറ്റപ്പൊക്കെ, നൈസായിട്ടുള്ള ഭംഗിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഭയങ്കര ജെർക്കാണ് ഇത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ. അപ്പം നമ്മളങ്ങനെ കൈയൊക്കെ കഴുകി ഇത് നമുക്ക് സീറ്റിലേക്ക് തിരിച്ചു പോകാം. അതിന് മുമ്പേ നമ്മുടെ രാധേശ്വരൻ എറണാകുളത്ത് നിന്ന് കയറിയായിരുന്നു. പുള്ളിയിൽ ഒന്ന് പോയി മീറ്റ് ചെയ്യണം. ഗൈസ് നമ്മളങ്ങനെ രാധേശ്വരനെ കണ്ടെത്തി. നമ്മുടെ ടീമിലെ മെമ്പർ 3 രാധേശ്വരൻ. ഇനി സോളവൻ തൃശ്ശൂരിൽ നിന്ന് കയറും. മറിക്ക് സീറ്റോടെ സീറ്റ് പോയില്ല. ഓക്കെ ഗൈസ് ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ്. ഗൈസ് ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ആ ഒരു ലോക്കോമോട്ടീവിൻ്റെ ഇങ്ങേ അറ്റത്താണ്, ഫ്രണ്ടിനടുത്ത കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഈ ട്രെയിനിങ്ങിന് ഓരോ ഈ പാളങ്ങളെ കുറിച്ച് കിടക്കുന്ന ചാടുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ലേ, കിടന്ന് ഇളകുന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിതിനകത്ത് ഇരിക്കുമ്പോഴത്തേനും ഇതൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. വളരെ കംഫർട്ടബിളായൊരു യാത്രയാണ്. അപ്പം ഇതിപ്പോൾ തിരിയുമെന്ന് തോന്നുന്നു. ഗൈസ് ഓരോ കമ്പാർട്ട്മെൻറ്റുകൾക്കും ഇടയിലുള്ള ഈ ഒരു ചെറിയ സ്പേസിലാണ് നമുക്കുള്ള ഫുഡ്, ചായ സംഭവങ്ങളൊക്കെ ഇവർ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത് ഇവിടെ നിന്നും സീറ്റ് നമ്പേഴ്സ് നോക്കി വെരിഫൈ ചെയ്ത് പാക്ക് ചെയ്ത് ഓരോ സീറ്റിലേക്ക് എത്തിക്കുന്നു. അതുപോലെ തന്നെ വേസ്റ്റ് ബിന്നും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയ അവൻ പോലത്തെ എന്തോ ആണെന്ന് തോന്നി ഈ ഒരു 3 മടക്കിയിരിക്കുന്നത്. ചേട്ടൻ അവിടെ നിന്ന് സംഭവങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് മാർക്ക് ചെയ്യുന്നു. എല്ലാം വളരെ വൃത്തിയാണ്. അതാണ് ഇതിനകത്തൊരു മെയിൻ ഹൈലൈറ്റ്. ഒരു സ്ഥലത്തും ഒരു പൊടിയോ അല്ലെങ്കിൽ ഒരു അഴുക്കോ ഒന്നും തന്നെ കാണുന്നില്ല. എല്ലാം പക്ക നീറ്റ് പരിപാടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളൊരു ലോക നിലവാരത്തിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നത്. ഗൈസ് അങ്ങനെ അവർ ഫുഡ് എടുക്കാൻ വന്നു. നമ്മൾ കൊണ്ടുത്തന്ന ചേട്ടൻ തന്നെ ഫുഡ് എടുത്തു. നമ്മളിപ്പം ഇനിയിപ്പോൾ ഈ ഒരു ടേബിളും കൊണ്ട് ചെറുതായിട്ട് മടക്കി വെക്കുവാണ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വീണ്ടും കംഫർട്ടബിൾ. അപ്പം ഇതാണ് നമ്മുടെ ആലുവ പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽ പാലം. നമ്മളത് ക്രോസ് ചെയ്യുകയാണ്. അവിടെ കാണുന്നതാണ് ആലുവയുടെ പ്രാന്തപ്രദേശങ്ങൾ. ഇനിയിപ്പോൾ ഈ ട്രെയിൻ അടുത്ത സ്റ്റോപ്പുള്ളത് തൃശ്ശൂരാണ്. നമ്മുടെ ദിലീപേട്ടൻ്റെയൊക്കെ വീഡിയോ ആലുവ പുഴയുടെ തീരത്താണ് പണ്ട് ആരോ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ നമ്മളങ്ങനെ കാലിക്കറ്റിനെ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. ഇതുവരെ നമ്മൾ എങ്ങോട്ടാണ് യാത്ര എന്ന് പറഞ്ഞില്ല, കാലിക്കറ്റിനെ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് അഥവാ നെടുമ്പാശ്ശേരി എയർപോർട്ട്. നമ്മൾ എയർപോർട്ടിൻ്റെ നിൽക്കുമ്പോൾ ഇങ്ങനെ പുറകെ ഒരു ട്രെയിൻ പോകുന്നത് കാണാം. റൺവേ അവിടെ വിമാനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു. അവ ഈ വഴി വന്ന് പറന്നു പോകുമായിരുന്നെങ്കിൽ വളരെ അടിപൊളിയായിരുന്നേനെ. ഇവിടെ അതിൻ്റെ വെയർ ഹൗസ്. പിന്നെ ഈ ഒരു എയർപോർട്ട് ഫുള്ള് സോളാർ പവേർഡാണ്. അപ്പോൾ അതിൻ്റെ സോളാർ പാനലുകളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. CIAL. നമ്മളിപ്പം നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ സൺഷെയ്ഡ് പയ്യൊന്ന് ഉയർത്തി വെച്ചു എയർപോർട്ട് കാണാൻ വേണ്ടി. ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജ് പാസ് ചെയ്യുന്നു. ഇത് മറ്റൊരു റെയിൽവേ ഓവർ ബ്രിഡ്ജ് പാസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ യാത്ര തുടരാം ഗൈസ്.
സ്ക്രീനിൽ നമ്മുടെ ട്രെയിൻ പോകുന്ന സ്പീഡും അതുപോലെ നെക്സ്റ്റ് സ്റ്റേഷനിലേക്കുള്ള ദൂരമൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 79 കിലോമീറ്റർ സ്പീഡിലാണ് ഈ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അടുത്ത സ്റ്റേഷനിലേക്ക് 22 കിലോമീറ്റർ ഉണ്ട്. അടുത്ത സ്റ്റേഷൻ തൃശ്ശൂരാണ്. ഇതിങ്ങനെ പല പല ഭാഷ എഴുതി കാണിച്ചുകൊണ്ടേയിരിക്കും. അല്ല, ഹിന്ദി മലയാളം തോന്നുന്നു ഗൈസ്. അപ്പം അതൊരു നൈസ് ഫീച്ചറായിട്ട് തോന്നി. അങ്ങനെ നമ്മുടെ ട്രെയിൻ തൃശ്ശൂരെത്തി. അപ്പോൾ ഞാനും രാധേഷനും നമ്മുടെ ആശാനും കൂടെ ഇവിടെ കരയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങാൻ റെഡിയായി നിൽക്കുന്നു. പൂർണ്ണമായിട്ട് ഇറങ്ങിയതിന് ശേഷമേ നിർത്തിയതിന് ശേഷമേ ഇറങ്ങാവൂ എന്നൊക്കെ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്, മെട്രോയിലെയൊക്കെ പോലെ. അതൊക്കെ നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ സർവൈലൻസ് ക്യാമറാസ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. ഫുള്ളി ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ളൊരു ട്രെയിനാണ്. എല്ലായിടത്തും ആളുകളൊക്കെ റെഡിയായി നിൽക്കുന്നു ഇറങ്ങാൻ. Please remember to take all your belongings with you. അങ്ങനെ തൃശ്ശൂരായപ്പോഴത്തേനും സോളമനും ഞങ്ങളെ ജോയിൻ ചെയ്തു. ഗൈസ്, അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ഫ്രണ്ടോട്ട് പോകുന്ന പോലെ ഒരു സീറ്റ് ഞാൻ കണ്ടെത്തി. നമ്മുടെ സോളമനെ തപ്പി വന്ന ശേഷം സോളമൻ്റെ ബാക്കിലെ സീറ്റ് ഫ്രീ ആയിരുന്നു. അപ്പം ഞാൻ ആ ഫ്രണ്ടോട്ട് പോകുന്ന സീറ്റ് ചുമ്മാ കയറിയിരുന്നു. അപ്പോൾ ഗൈസ്, ഇതൊരു നൈസ് വൈബാണ്. ആ സൈഡിലൊരു ചെറിയ, ഇത് ഏതാ സെക്ഷൻ എനിക്കറിയില്ല, പക്ഷേ ഒരു പഴയ റെയിൽവേ ട്രാക്ക് ഈ സൈഡിൽ കാണുന്നു. ഇവിടം വരെ ട്രെയിൻ വരാറുണ്ടെന്ന് തോന്നുന്നു. മേ ബി എന്തെങ്കിലും ചെറിയ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷൻ ഏരിയ ആണ്. നമ്മുടെ ട്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗം മുമ്പോട്ട് പോകുന്നത് നമുക്ക് ദൂരെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ട്രെയിൻ നേരെയായി. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സോളമൻ. ഇരിപ്പുണ്ട്. സോളമൻ്റെ ബാക്കിലെ സീറ്റിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പം ഇതൊരു നൈസ് വൈബാണ് ഗൈസ്. നമ്മൾ ഷൊർണൂർ എത്താറായി. ഇപ്പം നമ്മൾ ഭാരതപ്പുഴയെ മുറിച്ച് കടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സ്ലോ മോഷനിലാണ് പോകുന്നത്. കാര്യം റെയിൽവേ പാലത്തിലൂടെ ആയതുകൊണ്ട് നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് വളരെ സ്ലോ ചെയ്താണ് പോകുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്ന തകർന്ന പാലമാണ് ഒരു കാലത്ത് ഗതാഗതം നടന്നിരുന്ന ഷൊർണൂർ പാലം. ഇപ്പം അതിന് സമാന്തരമായിട്ട് പുതിയ കാലത്തെ പാലം കാണാം. അതിലുള്ള വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരതപ്പുഴയെ മുറിച്ച് കടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു തകർന്ന പാലം ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയായിട്ട് ഇപ്പോഴും ഇവിടെ നിലകൊള്ളുന്നു. ഇപ്പോൾ ഈ കാണുന്ന പുതിയ ബ്ലോക്കുകൾ റെയിൽവേ പാതിരട്ടിപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു പുതിയ പാലം പണിയാൻ വേണ്ടി വല്ലതും ആയിരിക്കും റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഒടുവിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ വന്ദേ ഭാരത് എക്സ്പ്രസ് വന്ന സ്പീഡിൽ തന്നെ പതിയെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കേരളത്തിലെ വലിയ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പം ഇവിടെ വച്ചാണ് പ്രധാനമായിട്ടും ട്രെയിനുകളിലേക്ക് വെള്ളം അല്ലെങ്കിൽ ട്രെയിനുകളിലെ വാട്ടർ ടാങ്ക് ഫില്ല് ചെയ്യുന്നത് ഇവിടെ വച്ചാണ്. ഇപ്പോൾ ഈ കാണുന്ന നീല ഒരു ലൈനിലെ അടുത്തുകൊണ്ട് ട്രെയിൻസ് ഇട്ടിട്ട് ട്രെയിനിലേക്ക് അതിലെ ഓസുകൾ കണക്ട് ചെയ്താണ് ട്രെയിനിലേക്ക് വെള്ളം നിറയ്ക്കുന്നത്. അപ്പം ഈ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി റെയിൽവേ ഉപയോഗപ്പെടുത്തുന്നു. ഇവിടെ ഒരുപാട് ട്രാക്കുകളുണ്ട് പാരലായിട്ട്. അപ്പം ഒരേ സമയം എത്ര ട്രെയിനെ വേണമെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാനും ട്രാഫിക്കിനും സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു വിശ്രമിക്കുന്ന എഞ്ചിനാണ് തൻ്റെ സേവനത്തിന് ശേഷം. അപ്പോൾ നമ്മൾ വന്ദേ ഭാരത് ഇവിടെ നിർത്തിയിട്ട് പയ്യെ നമ്മൾ റെയിൽവേ സ്റ്റേഷനോട് വിട പറഞ്ഞു. ഇപ്പോൾ ഈ കാണുന്ന ട്രെയിന് സ്റ്റേഷനിൽ നിന്നും കുറച്ച് മാറിയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. മെയിൻ്റെനൻസിന് വല്ലതും ആയിരിക്കും തോന്നുന്നു. അപ്പുറം ഒരു ചെറിയ കോച്ച് ഫാക്ടറിയാന്ന് തോന്നുന്ന ഒരു ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനോട് യാത്ര പറഞ്ഞ് നമ്മുടെ യാത്ര തുടരുകയാണ്.
അങ്ങനെ ഈ യാത്രയിൽ ഞാൻ കാണാൻ കാത്തിരുന്ന കടലുണ്ടിപ്പാലത്തിലേക്ക് നമ്മൾ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടുത്തെ ഈ ഒരു പാരലൽ റെയിൽവേ ബ്രിഡ്ജും ഈ ഒരു കെട്ടുവള്ളങ്ങളും ഈ കണ്ടൽക്കാടും ഇവിടുത്തെ ഹരിതാഭയൊക്കെ നമുക്ക് നൽകുന്ന ഒരു നയനമനോഹര കാഴ്ചയാണെങ്കിൽ പോലും ഇവിടെ നടന്ന ഒരു അപകടത്തിൻ്റെ ഓർമ്മകൾ, സ്മരണകൾ എപ്പോഴും എല്ലാ മലയാളികൾക്കും ഹൃദയത്തിൽ വേദനിക്കുന്നൊരു ഓർമ്മയാണെന്ന് എനിക്കറിയാം. എനിക്കും അതങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ദിനത്തെ സ്മരിച്ചുകൊണ്ടാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരു അപകടം ഇവിടെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കാര്യം പാത ഇരട്ടിപ്പിക്കലിന് ശേഷം 2 ഭാഗത്തിലൂടെയാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കടക്കുന്ന ഈ ഒരു തുരുത്ത് ഭാഗമൊക്കെ വളരെ നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ അത് ഈ വന്ദേ ഭാരതിൻ്റെ ശീതീകരിച്ചൊരു ക്യാബിലിരുന്ന് ആദ്യമായിട്ട് കാണുന്ന അനുഭവം എത്രത്തോളം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാലും എനിക്കിതിൽ മറക്കാൻ പറ്റുന്ന അനുഭവം തന്നെയാണ്. അങ്ങനെ ഏകദേശം 3.5 മണിക്കൂറോളം ട്രാവൽ ചെയ്ത് കോട്ടയത്ത് നമ്മൾ കാലിക്കട്ട് എത്തിയിരിക്കുകയാണ്. 6 മിനിറ്റ് ലേറ്റാണ് ഈ ട്രെയിൻ കാണിക്കുന്നത്. അതൊരു വലിയ സമയമാണ് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇറങ്ങാൻ ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. ഒരു ക്യൂയിലാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും സ്റ്റേഷനിലെത്തിയിട്ട് ഇറങ്ങാം. കേസ് അങ്ങനെ ഫൈനലി നമ്മൾ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. കേസ് ഇതാണ് നമ്മൾ വന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്. കോട്ടയത്ത് നമ്മൾ ഏകദേശം ഒരു 3.5 മണിക്കൂർ കൊണ്ട് കാലിക്കറ്റ് എത്തി. അപ്പോൾ ഇതുപോലെ അർജൻറ്റായിട്ടുള്ള ദൂരയാത്രകൾക്ക് വളരെ യൂസ്ഫുള്ളാണ് ഈ ട്രെയിൻ. ഇതുപോലത്തെ ട്രെയിനുകൾ ഇനിയും കൂടുതൽ ഉണ്ടാവട്ടെ, യാത്രകൾക്ക് ഈസിയായി മാറട്ടെ. സീറ്റ് പിടിച്ചു. നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ ഇതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ട്രെയിനിൽ കയറി മാഹിയിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് ആ ട്രെയിൻ വരുന്നവരെ കാത്തിരിക്കാം.